ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജവാൻജർ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ചീനക്കുഴിയിലാട്ടോ. ചീനക്കുഴി നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, സുഹൃത്തിൻ്റെ വീടാട്ടോ ഈ കാണുന്നത്. ഇത് സുഹൃത്ത് അഖില്. അപ്പം ഞങ്ങൾ ഇവിടെ അടുത്തൊരു നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, ഇരുകല്ലുംപാറ. ആ വലിയൊരു പാറയുടെ മുകൾഭാഗമാണ്. അതിൻ്റെ താഴേക്ക് നോക്കിയാൽ നമുക്ക് പന്നിമറ്റം അങ്ങനെ കുറേ ഏരിയ നമുക്ക് കാണാൻ പറ്റും. നല്ല വ്യൂ ആണെന്ന് പറഞ്ഞത്. നമുക്ക് ഇന്ന് അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യാം. ഇരുകല്ലുംമുടിക്കുള്ള പ്രധാന വഴി എന്ന് പറയുന്നത് കരിമണ്ണൂർ തട്ടക്കുഴ വഴിയാട്ടോ. ഞാനിവിടെ കൂട്ടുകാരൻ്റെ അടുത്ത് ചീനക്കുഴിയിലായതുകൊണ്ട് ഞാൻ ഇതിൽക്കൂടെ ഒരു വഴി കൂടിയാണ് പോകുന്നത്. നല്ല രസമാണ് കേട്ടോ. അത് വിതച്ചേക്കുന്നത് നല്ല പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നത്. താഴേന്ന് വരുന്ന വഴിയാട്ടോ, കരിമണ്ണൂരിൽ നിന്ന് വരുന്ന വഴി. അതാണ് പ്രധാന വഴി. ഇത് കമ്പനി പതി വന്ന് കയറി ആ നേരെ കാണുന്ന വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ഈ വ്യൂ പോയിന്റിലേക്ക് പോകാൻ നേരത്ത് നല്ല നല്ല കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ആ പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണിത്. ഉണ്ടോ, എന്നെ വലിയ മലയാന്ന് നോക്കി. ഈ മല ഏതാണെന്ന് അറിയത്തില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ഇടണം. ചെപ്പുകുളം മലയാണെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടോ, ഒരു വീട് എന്നാ ഉയരത്തിലാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത് നോക്കി. പിന്നെ ഈ മലയുടെ ഇതിൻ്റെ അടിയിലൂടെയായിട്ട് ഒരു ചെറിയൊരു തോട് പോകുന്നുണ്ട് കേട്ടോ. നല്ല സൗണ്ടൊക്കെ കേൾക്കാം. അതുപോലെ ഇവിടെ മണ്ണിടിച്ചിലൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ പാറയൊക്കെ ഇടിഞ്ഞ് താഴെ വരാൻ സാധ്യതയുണ്ട് ഈ മഴക്കാലത്ത്. അവിടെ വാർണിംഗ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമാട്ടോ ഇങ്ങോട്ട് നമുക്ക് കാഴ്ചകൾ കണ്ട് പോകാൻ. ഈ മൂളിക്കട പോകുന്ന വഴിയാട്ടോ, ചെപ്പുകുളം CSI പള്ളിയിലേക്ക് പോകുന്ന വഴിയാണേ. അതുപോലെ നമുക്ക് ആ താഴെ വഴിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഈ വഴിക്ക് വീതി കുറവും നല്ല കയറ്റും ആട്ടോ, അതുകൊണ്ട് ശ്രദ്ധിച്ച് പോകണം. എതിരെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ടോ നോക്കി വേണം പോകാൻ. ഈ വാഹനങ്ങൾ ഇവിടം വരെയായിട്ട് വരുള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു വേണം പോകാൻ. കണ്ടോ, ഒരു ചെറിയ ഇടവഴി. ഇതിൽ വേണം ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ. നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം. അപ്പം നമുക്ക് നടത്തം ആരംഭിക്കാം. വാ. നല്ല കാപ്പിത്തോട്ടം, അടിപൊളിയാട്ടോ. നേരെ നടന്നു പോയാൽ മതി. എന്ത് ഭംഗിയാണെന്നറിയാമോ. ഇത് മൊത്തം കാപ്പിത്തോട്ടം ആട്ടോ സുഹൃത്തുക്കളെ. അയ്യോ, എന്നാ രസമാണോ നോക്കി. നല്ല ഭംഗിയാ. ഈ കാണുന്ന ഇരുകല്ലുംപാറയുടെ അവിടെയുള്ള ഒരു റിസോർട്ടാ കേട്ടോ. ഏർമാടമൊക്കെ കെട്ടി. ഇവിടെ 2 ഏർമാടം ഉണ്ടേ. നല്ല വ്യൂ അവിടെ നിന്ന് നോക്കിയാൽ. അതുപോലെ നല്ല സ്ഥലത്താണ് ഇത് വെച്ചേക്കുന്നത്. നമ്മൾ ഇരുകല്ലുംമുടി ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. അതായത് കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ കുരിശ് തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പാറ താഴേക്ക് നീണ്ടു നിവർന്ന് കിടക്കട്ടോ. അതിൻ്റെ അടിയിലേക്ക് ഭയങ്കര ഗർത്തമാണ്. പിന്നെ അത് നിവർന്ന് കിടക്കുന്ന അനേകം മലനിരകളും എന്തോ ഫാക്ടറിയോ അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാട്ടോ നമുക്കിവിടെ വന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ഇരുകല്ലുംപാറ വ്യൂ പോയിന്റിന്റെ മുകളിലാട്ടോ ഇപ്പം നിൽക്കുന്നത്. ഇതാണ് ഇരുകല്ലുംപാറ എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ ഒരു കുരിശുണ്ട്. ആ താഴെ ചെന്ന ഭയങ്കര ഗർത്തമാട്ടോ താഴേക്ക്. ഇവിടെ മരണമൊക്കെ നടന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ആ പാറക്കെട്ടുകൾ. ഇതിലൂടെ അങ്ങോട്ട് വഴികളൊക്കെ ഉണ്ടേ. ഓ, ഇവിടെ വന്ന ഒന്നും പറയാനില്ല. എത്ര മലനിരകൾ കാണാന്നറിയാം. എല്ലാം മഞ്ഞ് മൂടി കിടക്കുക. ചെറിയ മൂടലൊക്കെ ഉണ്ട്. ഒരു ഫാക്ടറി അങ്ങാണ്ടാണ് അത്. അനേകം കെട്ടിടങ്ങളൊക്കെ കാണാം. പന്നിമറ്റം സൈഡാന്ന് തോന്നിട്ടോ ആ താഴെ കാണുന്നു. ഇവിടെ ഉപ്പൂന്നിൻ്റെ അടുത്തുള്ള അരുവിപ്പാറ വെള്ളച്ചാട്ടം ഈ ഭാഗത്തായിട്ടാട്ടോ. ഇവിടെ മൂടലുള്ളത് കൊണ്ട് കാണത്തില്ല, മഞ്ഞുള്ളത് കൊണ്ടേ.
ഇവിടെ മലനിര, ഈ ആകാശം മുട്ട നിൽക്കുന്ന മലനിരകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അടിപൊളി ഒരു പാറപ്പുറം കേട്ടോ ഇത്. ഇതിൻ്റെ താഴേക്ക് നോക്കിയാൽ എൻ്റെ പൊന്നെ, ഇവിടെ നിന്ന് ആള് താഴേക്ക് പോയാൽ പിന്നെ ബാക്കിയൊന്നും കിട്ടൂല. അതുകൊണ്ട് ഇവിടെ വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചേ നടക്കാവുള്ളൂ. ഒരു അപകട ഏരിയയാണിത്. സൂക്ഷിച്ചാൽ ഒരു പ്രശ്നവുമില്ല ഇവിടെ. താഴെ കാണുന്നത് പന്നിമറ്റം ടൗൺ കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ അതിലൂടെ റോഡ് കാണാൻ പറ്റും നമുക്ക്. അതിലൂടെ ഒരു വണ്ടി, അതിലൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഒത്തിരി ഉയരത്തിന്ന് കേട്ടോ അത് നമ്മൾ കാണുന്നത്. അത് ഇവിടെ ഈ പാറയുടെ ഒരു സൈഡിൽ നിന്ന് താഴേക്ക് ഉള്ള കാഴ്ച കേട്ടോ ഇത്. ഭയങ്കര ഭീകരാവസ്ഥയാണ് ഇവിടെ. അതുകൊണ്ട് ആരും ഈ പാറയുടെ സൈഡിൽ വന്നൊന്നും കാണാൻ തയ്യാറെടുക്കരുത് കേട്ടോ. ഇതിന് താഴെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വരാൻ നേരത്തെ ഒരു ത്രില്ലൊക്കെ തോന്നും. പക്ഷേ സൈഡിൽ നിന്നാൽ നമുക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ഈ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരിക്കൽ തന്നെങ്കിലൊക്കെ വന്ന് കാണുകയൊക്കെ ചെയ്യണം. എന്നുവെച്ചാൽ നമ്മുടെ ഈ സുന്ദരമായ ഭൂമിയിൽ ഇത്രയെത്ര പ്രകൃതി രമണീയമായ കാഴ്ചകൾ, നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണിത്. എന്നുവെച്ചാൽ ഒരു കല്ലിൻ്റെ മുകളിൽ വേറെ ഒരു കല്ല് ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഇരുകല്ലുംപാറ എന്ന് പറയുന്നതാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്നാൽ നല്ല കാഴ്ച കേട്ടോ. ഇവിടെയൊക്കെ വന്ന് എല്ലാവരും ഒന്ന് കാണണേ. എന്നുവെച്ചാൽ ഇതുപോലെ ചെറിയ കാപ്പിത്തോട്ടത്തേക്കിടയ്ക്ക് വന്ന് കാണുക എന്ന് പറയുന്ന ഒരു പ്രത്യേക സുഖമാണത്. അതുപോലെ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും നമുക്ക് വേറെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്രയും നല്ല കാഴ്ചകളാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. മാലിന്യങ്ങളൊന്നും എറിയാതിരിക്കുക, ഇവിടെ കൊണ്ടുവരാതിരിക്കുക. കൊണ്ടുവരുന്നവരൊക്കെ തിരിച്ച് അതുപോലെ കൊണ്ടുപോകുകയാണെങ്കിൽ ഈ പ്രദേശമൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കും. പിന്നെ ഈ വഴി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആട്ടോ. ഇതൊരു വ്യക്തിയുടെ പറമ്പിക്കൂടെയുള്ള വഴിയാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാൻ. വഴിയിൽ വണ്ടി നിർത്തിയിട്ട് ഒരു 5 മിനിറ്റ് നടക്കണം. കയറ്റമൊന്നുമില്ല, നേരെ ഉള്ള വഴിയാണ്. ചെറിയൊരു കുന്നിൻ്റെ ഇടയ്ക്കക്കടെയുള്ള വഴിയാണ്. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് ഒന്ന് വന്ന് കണ്ട അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രകൃതിയുടെ ഓരോ വികൃതികളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ഇരുകല്ലുംപാറ അങ്ങോട്ട് തിരിയുന്ന കുറച്ചുകൂടി അവിടെ ഇറങ്ങിയിട്ട് റോട്ടിൽ കൂടെ മുന്നോട്ട് വന്നിട്ടാണ്. അപ്പം ഇവിടെ കുറച്ച് താഴേക്ക് ഇറങ്ങിയ ഒരു പാറയുണ്ട്, നല്ലൊരു വ്യൂ ഉണ്ടെന്നാണ് ഈ ചേട്ടൻ ഇവിടെ പറമ്പ് ഞങ്ങൾക്ക് തുറന്നു തന്നിട്ട് അവിടെ പൂട്ടിയിട്ടേക്കുക. ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ചേട്ടൻ ഇവിടെ തുറന്നു. ഈ ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്തോട്ടോ. അപ്പം നമുക്ക് ആ പാറയുടെ അവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടുന്ന് നോക്കിയാൽ അടിപൊളിയാട്ടോ. അത് നോക്കിയാൽ നമ്മൾ അപ്പുറത്തെ ഇരുകല്ലുംപാറയിൽ നിന്ന് കണ്ട ആ താഴേക്ക് കാണുന്ന വ്യൂ തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റുന്നത്. പന്നിമറ്റം അങ്ങനെ ആ സൈഡൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറിയ പുൽമേട് പോലെയൊക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ. ഇത് നല്ല രസമാട്ടോ. ഓക്കെ ഏട്ടാ, താങ്ക് യു. ഞങ്ങൾ പോകട്ടെ. കുന്നിൻ മുകളിൽ സുന്ദരിയായിട്ട് നിൽക്കുന്ന ഒരു കത്തോലിക്ക പള്ളി കേട്ടോ ഇത്. ചെപ്പുകുളത്തുള്ള പള്ളിയാണ്, ചെപ്പുകുളം കത്തോലിക്ക പള്ളിയാണ് ഇത്. നല്ല ഭംഗിയാട്ടോ. സ്റ്റെപ്പൊക്കെ കെട്ടി കയറിയേക്കുന്നു. ഒരു വളവിലായതുകൊണ്ട് ഒന്നും പറയാനില്ല. ഈ വ്യൂ പോയിന്റിലേക്കുള്ള വഴി കോട്ടയം സൈഡിൽ നിന്ന് എറണാകുളത്ത് നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ തൊടുപുഴ വരിക. തൊടുപുഴയിൽ നിന്ന് കരിമണ്ണൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ഒരു 10-12 കിലോമീറ്റർ നമുക്ക് കട്ടപ്പുഴ ചെപ്പുകുളം വഴിക്ക് സഞ്ചരിച്ചാൽ നമുക്ക് ഈ വ്യൂ പോയിന്റിൽ എത്തിച്ചേരാൻ പറ്റും. അതുപോലെ വരുന്ന സഞ്ചാരികളൊക്കെ പ്ലാസ്റ്റിക് അങ്ങനെ ക്യാരി ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും വലിച്ചെറിയാതിരിക്കുക. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കൂടിയാണ് ഈ വഴി, നമുക്ക് ഈ വ്യൂ പോയിന്റിലേക്കുള്ള വഴി. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ നല്ല നല്ല കാഴ്ചകളൊക്കെ ഇല്ലാണ്ടായി പോകും. അപ്പോൾ വഴിയൊക്കെ അടച്ചാൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കാണ്ട് വരും. പിന്നെ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക.
ഇനി അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ.